ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഞാനാണമ്മേ രഘുവിന്റെ ഭാര്യ പ്രീതി രഘുവീർ അലാവത്ത്. നീ ഇത്രയും കാര്യങ്ങൾ പ്രാർത്ഥന ഓർത്തു നിന്നപ്പോൾ പ്രീതി അങ്ങോട്ട് വന്ന് പ്രാർത്ഥനയെ തട്ടി വിളിച്ചു. എന്താ പ്രാർത്ഥന ഇത്? നീ ഇപ്പോഴും പഴയ കാര്യങ്ങൾ ഓർത്തു നിൽക്കുവാണോ? എല്ലാം ശരിയാവും, നീ വാ. ശേഷം പ്രാർത്ഥനയും കൂട്ടി പ്രീതി അവിടെ നിന്നും പോയി. പിറ്റേന്ന് നേരം വെളുത്തതും രഘു ഇസമോളെ കൊണ്ടുപോകാനുള്ള ധൃതിയിലാണ്. പ്രീതിയും ആദിക്കുട്ടനും റൂമിൽ നല്ല ഉറക്കത്തിലാണ്. ആരും കാണാതെ പ്രാർത്ഥനയുടെ സഹായത്താൽ ഇസമോളെ അതിരാവിലെ തന്നെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി രഘു കാറിൽ കയറ്റി ഗുജറാൾ വീട്ടിൽ നിന്നും യാത്രയായി. വീടിന്റെ ഫ്രണ്ടിൽ നിന്നും കാറ് സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ട് പ്രീതി ഞെട്ടി ഉണർന്നു. ഇതെന്താ അതിരാവിലെ ഈ ശബ്ദം? പെട്ടെന്ന് എഴുന്നേറ്റ് പ്രീതി ജനാല വഴി നോക്കിയപ്പോൾ രഘുവീർ ഇസമോളയും കൂട്ടി പോകുന്നത് കണ്ടു. അത് കണ്ട പ്രീതി ഞെട്ടിപ്പോയി. ഓ, എൻ്റെ മോളെ കൊണ്ടുപോകാനുള്ള ശ്രമമാണല്ലേ ഈ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ? അതിനനുവദിക്കില്ല രഘുവീർ. പ്രീതി പെട്ടെന്ന് മത്സ്യമായി മാറി രഘുവിൻ്റെ കാറിന് പിന്നാലെ വിട്ടു. അതിവേഗത്തിൽ കാർ ശക്തിയോടെ വിട്ട് രഘുവീർ കാർ ഓടിക്കുകയാണ്. പെട്ടെന്ന് പ്രീതി കാറിന് മുന്നിൽ വന്നു നിന്ന് മനുഷ്യരൂപം സ്വീകരിച്ചു. രഘു അന്നേരം ബ്രേക്ക് ചവിട്ടി. ചാകാൻ നടക്കുവാണോടി നീ എന്ന് ചോദിച്ച് രഘു പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ നിൽക്കുന്ന പ്രീതിയെ കണ്ട് ഞെട്ടി. എന്താ മിസ്റ്റർ രഘുവീർ, എൻ്റെ മോളെയും കൊണ്ട് കടന്നു പോകാമെന്ന് കരുതിയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ എൻ്റെ മോളെയും മോനെയും കൂട്ടി ഒരുമിച്ചായിരിക്കും ഞാനിനി ദുബായിലേക്ക് പറക്കുക. അത് ഇനി ആര് തടഞ്ഞാലും ശരി തന്നെ. അതല്ല, എൻ്റെ മോളെ നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്നെ കൊന്നിട്ട് കൊണ്ടുപോയിക്കോളൂ. അതിനും ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ മടിയുണ്ടാവില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളെ ചതിച്ചവളാണല്ലോ. എന്നെ കൊന്നോളൂ മിസ്റ്റർ രഘു. എന്നിട്ട് എൻ്റെ മോളെ മാത്രമല്ല മോനെയും കൂടി നിങ്ങൾ എടുത്തോളൂ. ഇത്രയും പ്രീതി പറഞ്ഞപ്പോൾ മറുത്തൊന്നും പറയാൻ രഘുവിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും പറഞ്ഞ് കാറിൻ്റെ പിൻസീറ്റിലെ ഡോർ തുറന്ന് ഇസമോളയും എടുത്ത് പ്രീതി തിരികെ മത്സ്യമായി മാറി ഗുജറാൾ ഹൗസിലെത്തി. രഘു ഒന്നും മിണ്ടിയില്ല. വീട്ടിലെത്തിയ പ്രീതി അമ്മയുടെയും അച്ഛൻ്റെയും മാലയിട്ട ഫോട്ടോ കരികിലെത്തി. ഒരു മകൾ അമ്മയെയും അച്ഛനെയും പിരിഞ്ഞിരിക്കുന്നതിൻ്റെയും അവരെ തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം അനുഭവിക്കുന്നതുമെല്ലാം ഏറ്റവും നന്നായി അറിയുന്നവളാണ് ഈ ഞാൻ. അല്ലേ അമ്മേ? അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അമ്മ എന്നെ ആദ്യമായി തിരിച്ചറിഞ്ഞത്? പ്രീതിയാണെന്ന് പറഞ്ഞ് എന്നെ അംഗീകരിച്ചത്? ഇത്രയും പറഞ്ഞ് പ്രീതി 5 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യം ആലോചിക്കുന്നു. സീൻ 4. പ്രാർത്ഥനയോട് നീ എന്തിനാണ് രുദ്രനെ വിവാഹം ചെയ്യാൻ ഈ മണ്ഡപത്തിൽ ഇരുന്നതെന്ന് ചോദിച്ചപ്പോൾ രഘുവും പ്രീതിയും കുഞ്ഞുമായി അങ്ങോട്ട് വന്നു. ഞാനാണ് രഘുവിൻ്റെ ഭാര്യ പ്രീതി രഘുവീർ അലാവത്ത്. നീ ആരാ? കണ്ടു നിന്നവരെല്ലാം ഞെട്ടിത്തരിച്ചു. പ്രത തുടർന്നു. സത്യം പറ, നീ ആരാ? എന്തൊക്കെയോ കളികൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. എന്താണത്? പറയൂ. പ്രത ഇത്രയും പറഞ്ഞപ്പോൾ പ്രാർത്ഥന തുടർന്നു. പറയാം അമ്മേ, എല്ലാം പറയാം. കാലം ഇത്രയും ഇതിൻ്റെ ഉത്തരം തേടി നടക്കുകയായിരുന്നു ഞാൻ. എന്നാൽ ഇന്ന് എൻ്റെ പക്കൽ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരമുണ്ട്. പ്രീതി ആരാണെന്ന് അമ്മയ്ക്കറിയണം. അത്രയല്ലേ ഉള്ളൂ. പ്രീതി രഘുവുമായുള്ള വിവാഹം കഴിഞ്ഞപ്പോഴാണ് പ്രീതി രഘുവീർ അലാവത്തായത്.